വന്നിട്ടുള്ളത് സാധാരണത്തേക്കാളും ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. അതിനു മുന്നേ ഞാൻ കുറച്ച് നെയിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നഖം കുഞ്ഞു നഖമായതുകൊണ്ട് അതെനിക്ക് മാച്ചാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പം നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കാലമായി ബ്രഷും പെയിൻറ്റും ഒക്കെ തൊട്ടിട്ട്, അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഫാബ്രിക് കാസ്റ്റിൻ്റെ പെയിൻറ്റിങ്ങാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ഒരു പെയിൻ്റാണ്. അത്ര ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കണ്ട, കാരണം ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് എനിക്കും ആ ഒരു ടച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പെയിൻറ്ററാണ് കാണുന്നത്. പക്ഷേ അല്ല, ഞാൻ അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നില്ല. അത്ര വലിയ പെയിൻറ്ററൊന്നുമല്ല. പക്ഷെ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുതാകുമ്പോഴേ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ എൽഡർ ബ്രദറൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഇവനക്ക് ഇങ്ങനെ ഈ കഴിവ് കിട്ടിയ, ഇവനെങ്ങനെയാണ് ഈ പെയിൻറ്റ് ചെയ്യുന്നത്, എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം എനിക്കൊരു ചെറിയ അസൂയൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ആ ചെറിയ അസൂയ കൊണ്ട് ഞാനിങ്ങനെ ഇന്നും ട്രൈ ചെയ്യായിരുന്നു. എന്തെങ്കിലും വരച്ചിട്ടാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഡ്രോയിങ് ക്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും, ഇപ്പം എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. കാരണം ഒരു പ്രോപ്പറായിട്ടൊരു പെൻസിൽ കൊണ്ട് ഒന്നും വരയ്ക്കാറാത്ത ഞാൻ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന പെയിൻറ്റ് ചെയ്യാൻ ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, വരച്ചു നോക്കുക ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്. സോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ടൊരു സബ്സ്ക്രൈബർ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് അതിൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിപ്പോൾ 1 നിന്ന് 4 ആയിട്ടുണ്ട് ഗൈസ്. ആൻഡ് അത് ആരാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്. ആൻഡ് അത് ആരായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിങ് വളരെ വളരെ സിമ്പിളാണ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പെയിൻറ്റിംഗ് ആണ്. ഞാൻ ഒരു ചെറിയ ക്യാൻവാസിലുമാണ് ചെയ്തത്. ക്യാൻവാസിന് വന്നിട്ട് 85 അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. ആൻഡ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.